പപ്പയുടെ മുഖത്തൊരു വിഷാദം ഞാൻ കണ്ടായിരുന്നു. എന്നാ പ്രശ്നം? സ്വാമി എന്ത് യന്ത്രം എന്റെ ഭർത്താവിന് കൊടുത്തത്? എന്തിയ മൈലേജ് ഇല്ലേ? എന്തോ സ്വാമി പറയുന്നേ? സ്വാമി ആ യന്ത്രം അങ്ങോട്ട് കെട്ടിയതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ധനം ഒന്നും അല്ല വരുന്നത്, കുറെ പെണ്ണുങ്ങൾ കയറി വരുന്നുണ്ട്. ആ അത് കെട്ടിയതിന് ശേഷം പെണ്ണുങ്ങൾ കയറി വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, മോളെ എന്ത് യന്ത്രത്തിന് വേണ്ടിട്ട് എന്റെ അടുത്ത് വന്നത്? ഭർത്താവും മോളും തമ്മിൽ ധനാകർഷണ യന്ത്രം. ദൈവമേ, ധനം ആകർഷണ യന്ത്രമായിട്ടാണ് വന്നേ? ആ അയ്യോ, ഞാൻ ഈ സ്ത്രീകൾ ആകർഷിക്കുന്ന ഒരു യന്ത്രമില്ലേ, അതാ കെട്ടി തന്ന. സംഭവം മാറിപ്പോയി. അയ്യോ കേട്ടോ, രണ്ട് യന്ത്രം ഒന്നിച്ച് വന്നപ്പോ ഉണ്ടായ ഒരു പ്രശ്നം അത്. അയ്യോ, ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യാം, പേടിക്കാനൊന്നുമില്ല. പുള്ളിയുടെ മനസ്സോടെ, പുള്ളി സമ്മതത്തോടെ പുള്ളി ഇതങ്ങ് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പുള്ളി ആളിപ്പോ എവിടെയുണ്ട്? പുള്ളി വരുന്നുണ്ട്. ആണോ? അതെ, എന്റെ കൂടെ വന്ന ലേഡീസ് ഒക്കെ അവിടെ നിന്നോ, ഞാനൊന്ന് പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് പാർക്കിലോ ബീച്ചിലോ സിനിമക്കോ എവിടെ വേണേലും പോവാം. ഇപ്പൊ അവിടെ വെയിറ്റ് ചെയ്യും. കണ്ട ഞാൻ കണ്ടില്ലോ, അവൻ അവിടെ നിന്ന് പറയുമല്ലായിരുന്നു. എനിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു.